വയനാട് മാനന്തവാടി തിരുനെല്ലിയിൽ ഭീതി പരത്തുന്ന ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖനെ പിടികൂടാനുള്ള ദൗത്യം ഇന്ന് പുനരാരംഭിക്കും. ആനയുടെ റേഡിയോ കോളർ സിഗ്നൽ ലഭിക്കുന്ന മുറയ്ക്ക് ദൗത്യസംഘം ഇറങ്ങും. ആനയെ ഉചിതമായ സ്ഥലത്ത് ലഭിക്കുകയാണെങ്കിൽ മയക്കുവെടിവെക്കും. ആനയുടെ സാന്നിധ്യമുള്ള തിരുനെല്ലി പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല, കുറുവ, കാടംകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മാനന്തവാടി DF ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ നൽകും വയനാട്ടിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ബേലൂർ മഖ്ന ദൗത്യം അത് പുനരാരംഭിക്കുകയാണ്. എപ്പോഴായിരിക്കും ദൗത്യസംഘം ഇതിനായി ഇറങ്ങുക? ഈ ഡ്രോൺ നിരീക്ഷണമൊക്കെ അവിടെ ഇന്നലെ ഏർപ്പെടുത്തിയിരുന്നു. അതിൽ ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഈ റേഡിയോ സിഗ്നൽ ലഭിക്കുന്നത് മുറയ്ക്ക് മാത്രമായിരിക്കുമോ ദൗത്യസംഘം ദൗത്യം ആരംഭിക്കുക? പ്രജിൻ, ചാലിഗദ്ദ പടമലയിലെ 46 വയസ്സുകാരൻ അജീഷിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ബേലൂർ മഗ്ന എന്ന ആളെക്കൊല്ലി കാട്ടാന അതിനെ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലാണ്. അതീവ നിർണായകമായ അവസ്ഥയാണ് എന്നുള്ളത്. നീക്കത്തിലാണിപ്പോൾ വനം വകുപ്പുള്ളത്. നിലമ്പൂരിലെയും അതുപോലെ തന്നെ മണ്ണാർക്കാട്ടെയും 2 RRT സംഘം കൂടി ഇവിടേക്ക് എത്തും. മൊത്തം ആകെ 280-ലധികം ആളുകൾ RRT സംഘം ഈ ആനയെ നിരീക്ഷിക്കുന്നതിനായി ഇന്ന് ദൗത്യത്തിൽ ഏർപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഒരു കൊടും തണുപ്പാണ് വയനാട്ടിലുള്ളത്. പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്. ആ സമയത്ത് പോലും രാത്രി സമയങ്ങളിൽ വനം വകുപ്പിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥർ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആനയുടെ സാന്നിധ്യം ഇപ്പോഴും മണ്ണുണ്ടി വനമേഖലയിൽ, അതായത് മണ്ണുണ്ടി കോളനിയോട് ചേർന്നുള്ള വനമേഖലയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനമായി റേഡിയോ കോളർ സംവിധാനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച സാന്നിധ്യവും അതുതന്നെയാണ്. എന്തായാലും വയനാട് ജില്ലയുടെ വന്യജീവി സങ്കേതത്തിൽ തന്നെയാണ് ആനയുള്ളത് എന്നതാണ് പ്രധാനമായും എടുത്തു പറയാവുന്ന കാര്യം. റേഡിയോ കോളർ സംവിധാനത്തിലൂടെ നിരീക്ഷണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആനയുടെ സിഗ്നൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വനം വകുപ്പ് ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇന്ന് 9 മണിയോടുകൂടി ഈ മൂടൽമഞ്ഞ് അവസാനിച്ചാൽ RRT സംഘം ആനയെ മയക്കുവെടി വെക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് വനം വകുപ്പിനുള്ളത്. ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കുക എന്നൊരു അജണ്ട വനം വകുപ്പിൻ്റെ മുന്നിലില്ല എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ അത്യന്തം അപകടകാരിയായ ഒരു കാട്ടാനയാണ് ബേലൂർ മഗ്ന. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ച് ആനയെ ഇവിടെ നിന്ന് മാറ്റാനുള്ള സംവിധാനങ്ങളാണ് വനം വകുപ്പ് പൂർണ്ണമായും ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ RRT സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 9 മണിയോടുകൂടി ഈ മൂടൽമഞ്ഞ് അവസാനിച്ചതിന് ശേഷം നീങ്ങിയതിന് ശേഷം ആ ദൗത്യത്തിൽ ഏർപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്ന് മാനന്തവാടി നഗരസഭയിലെ ഈ ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിരന്തരമായ നിർദ്ദേശങ്ങൾ വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ കൃത്യമായ പരിശോധനയും അതുപോലെ തന്നെ ജാഗ്രതാ സംവിധാനവും പോലീസും വനം വകുപ്പുമൊക്കെ ഒരുക്കിയിരുന്നു. അതീവ നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നിലവിൽ കടന്നു പോകുന്നത്. 9 മണിയോടുകൂടി ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജിൻ, അരുൺ പാറക്കിലാണ് വയനാട്ടിലെ മണ്ണുണ്ടി കോളനിയിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്. മണ്ണുണ്ടി വനമേഖലയോട് ചേർന്നാണ് ഇപ്പോൾ ഈ ആന ഉള്ളത് എന്നാണ് അധികൃതരുടെ നിഗമനം.